ഹായ് വ്യൂസ്, റൂഫ് ഗാർഡൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് ഒന്നും വീഴത്തില്ല എന്നുള്ളത് വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അത് നിങ്ങൾക്ക് കാണണ്ടേ? സോ ഇവിടെ 5 വർഷം മുമ്പ് റൂഫ് ഗാർഡൻ ചെയ്ത ഒരു റൂഫ് ഏരിയയാണ്. ഇപ്പം അതിൻ്റെ അകത്ത് മെക്സിക്കൻ ഗ്രാസാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് കുറേ പൂപ്പലൊക്കെ പിടിച്ചു മഴക്കാലം ആയപ്പോഴത്തേക്ക്. അതുകൊണ്ട് അത് ഇനിയും ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, അതായത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് മാറ്റിയിട്ട് ബഫലോ ഗ്രാസ് ലേ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് മാറ്റുന്നതുകൊണ്ട് ഞാനിത് കാണിച്ചു തരാം. ഇതിനകത്ത് ഈ വെയിൻസ് പോലെ വന്നേക്കുന്നത് ക്രാക്സ് അല്ല, അത് നോർമലി പ്ലാസ്റ്റർ ചെയ്യുമ്പം വരുന്നതാണ്. ക്രാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിങ്ങനെ നല്ലപോലെ പൊട്ടി ചിലപ്പം പൊള്ളി ഒക്കെ വരുന്നത് വഴിയാണ് വെള്ളം ഇറങ്ങുന്നത്. ഇത് നോർമലി ജസ്റ്റ് പ്ലാസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ വരുന്ന ഒരു സാധനമാണ്. സോ ഇത് പ്ലാസ്റ്റർ ചെയ്ത സമയത്ത് എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെയാണ് 5 വർഷം കഴിഞ്ഞിട്ടും ഈ റൂഫ് ഇരിക്കുന്നത്. ഇതിന് മുകളിൽ റൂഫ് ഗാർഡൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇത് മാറ്റിയിട്ട് ഒന്നും കൂടെ വേറെ വെക്കാനായിട്ടാണ്. ഇനിയും ചൂട് കൂടെയും ഇതുപോലെ മഴക്കാലം ആകുമ്പം പെട്ടെന്ന് കുറേ മഴ പെയ്യുകയും അതിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും ഇനിയും ഫ്യൂച്ചറിൽ. സോ അതുകൊണ്ട് ചൂട് വരുന്ന സമയത്ത് അതിനെ തടുക്കാനായിട്ടുള്ള ഇങ്ങനത്തെ മെത്തേഡ്സ് ഉപയോഗിക്കുക. അതുപോലെ ഒത്തിരി മഴ പെയ്യുമ്പോഴത്തേക്ക് അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാ വീടുകളിലും ചെയ്യുക. ബിക്കോസ് പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തിന് ഉള്ള ബുദ്ധിമുട്ടും വരും. അതുകൊണ്ട് ചൂടും മഴയും എല്ലാം ഇനി കൂടും. സോ ഇതെല്ലാം ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്.